നോക്കിയാൽ ഇത്രയും പെർഫെക്റ്റ് സാധനമാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ഇത്തരത്തിൽ ടാങ്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആ മെഷർമെന്റ് കൺഫേം ചെയ്തിട്ട് മാത്രം പറ്റിക്കപ്പെടില്ല, അത്രേ ഉള്ളൂ. ഹലോ, നമസ്കാരം. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോഴേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ആ വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയായി അവസാന സ്റ്റേജിലാണ് നമ്മൾ സെപ്റ്റിക് ടാങ്കിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് തന്നെ. അപ്പോഴേക്കും പലപ്പോഴും നമ്മൾ വേണ്ടത്ര അതിന് ഒരു പ്രാധാന്യം കൊടുക്കാണ്ട് ചെയ്തിട്ട് പണി കിട്ടുന്ന ഒരവസ്ഥ ധാരാളമായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ പല തരത്തിലുള്ള സെപ്റ്റിക് ടാങ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കാലം മാറി ഭയങ്കരമായിട്ട് ജനപ്പെരുപ്പമായി. പണ്ട് നമ്മൾ 15-20 സെൻറ്റുകളിൽ ചെയ്തിരുന്ന വീടുകൾ ഇന്ന് 1.5-3 സെൻറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ നമ്മുടെ കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള അകലമൊക്കെ വല്ലാണ്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പഴയ മെത്തേഡുകളൊക്കെ മാറ്റിയിട്ട് പുതിയ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ള നമ്മളെ ജീവൻ്റെ വിലയുള്ള ഒരു അറിവ് തന്നെ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. നമ്മുടെ ഒരു വീട്ടിൽ ഏത് തരത്തിലുള്ള സെപ്റ്റിക് ടാങ്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, അതെങ്ങനെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഉള്ള ഒരു കുഞ്ഞ് അറിവാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 100% ഉപകാരപ്പെടുന്ന ഇത്തരം അറിവുകളാണ് ഞാൻ സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. അപ്പം ഈ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെന്നുള്ളത് ബാലരാമപുരത്തുള്ള പെർഫെക്റ്റ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇതിൻ്റെ സാരഥിയായിട്ടുള്ള നമ്മുടെ ബിനീഷ് ഏട്ടൻ ഇവിടെ ഉണ്ട്. നമസ്കാരം ബിനീഷ് ഏട്ടാ. നമസ്കാരം. എന്താണ്, സുഖമല്ലേ? സുഖം. വെൽക്കം ടു സുനീർ മീഡിയ. ചേട്ടാ, നമ്മളെങ്ങനെ സെപ്റ്റിക് ടാങ്കിൻ്റെ കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ നമ്മുടെ നാടുകളിലൊക്കെ ഒട്ടനവധി ടാങ്കുകൾ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, പല ടൈപ്പിൽ, പല മെത്തേഡുകളിൽ. എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോൺക്രീറ്റ് സെപ്റ്റിക് ടാങ്കിലേക്ക് മാറണം? മെയിനായിട്ട് സെപ്റ്റിക് ടാങ്ക് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിണറിലെ വെള്ളം മലിനാവുന്നതാണ് ഇപ്പോഴത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് സെപ്റ്റിക് ടാങ്ക് ആകുമ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ ഫെറോ സിമെൻറ്റ് അങ്ങനെയുള്ള സെപ്റ്റിക് ടാങ്കുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭാവിയിൽ ദ്രവിച്ചു, പിന്നെ മണ്ണിലെ മർദ്ദം താങ്ങാൻ ശേഷിയില്ലാത്തതും എല്ലാമാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ ഇത് കോൺക്രീറ്റ് ആകുമ്പോൾ നമുക്ക് വണ്ടികൾ കയറുന്നിടത്തോ കാർ പോർച്ചിലോ എവിടെ വേണം വയ്ക്കും. പിന്നെ മെഷീൻ മെയ്ഡാണത്. സെപ്റ്റിക് ടാങ്ക് മാത്രമല്ല, ഇവിടെ RCCയുടെ പൈപ്പ്, RCC വാട്ടർ ടാങ്ക് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും ഒന്ന് കാണിച്ചു തരാം. നോർമൽ കേസിൽ മറ്റ് ടാങ്കുകളെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ടാങ്കിന് ഭയങ്കര ലൈഫാണെന്ന് പറഞ്ഞു. ഇത് ഏകദേശം ഒരു 20 വർഷത്തേക്ക് നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ 20 വർഷത്തെ മാനുഫാക്ചറിങ് ഡിഫക്റ്റിനുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് 20 വർഷമല്ല. നമുക്കിപ്പോൾ ഒരു 5-6 ഫാമിലി ഉണ്ടെങ്കിൽ ഇപ്പോൾ പല സൈസ് ഉണ്ട്. ഇപ്പോൾ 7 സൈസിലുള്ള ടാങ്കുണ്ട്. എല്ലാ ടാങ്കിൻ്റെ നീളം 8.25 അടിയാണ്. ഓക്കെ, 2.5 മീറ്റർ. അതിൻ്റെ ഡയമീറ്ററിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ശരിക്കും നമുക്ക് ഇത്തരം ടാങ്കുകളിലേക്ക് ഇതിൻ്റെ ക്യൂറിങ്ങിൻ്റെ ടൈമിൽ തന്നെ നിങ്ങൾ പിന്നെ അതിനകത്ത് വെള്ളം നിറച്ചിടുന്നുണ്ടല്ലേ? ജസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് നോക്കിയാൽ കാണാം, ഇതിപ്പോൾ ഫുള്ള് വെള്ളം ഫില്ലായിരിക്കുവാണ്. നമ്മുടെ ഒരു സൈറ്റിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ഇത്രയും ഈ ഒരു ഏരിയയിൽ ഈ കാണുന്ന ഈ ഒരു ഇത്രയും ഇതിൽ നമ്മൾ വെള്ളം നിറയ്ക്കാറുണ്ട് അല്ലേ? വെള്ളം നിറച്ചിട്ടിട്ട് ഈ സ്ലാബ് ഉണ്ടോ, ഈ ലെവലിലാണ് വെള്ളം നിറച്ചിടുന്നത്. ശരി. നമ്മൾ അതിനുശേഷം ഫ്ലഷ് ചെയ്യുന്ന വെള്ളം മുഴുവൻ ഓവർഫ്ലോ ആയിട്ട് പോവാണ് ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് കരുതിയത്, നമ്മുടെ ചില സൈറ്റുകളിലൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇതിനു മുമ്പേ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം പല ആളുകളും നമ്മുടെ നമ്പറൊക്കെ കണ്ടിട്ട് വിളിക്കാറുണ്ട്, ഇത്തരത്തിൽ സെപ്റ്റിക് ടാങ്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അവർ ഇടയ്ക്കൊരു പാർട്ടി എന്നെ വിളിച്ചിട്ട് ഏകദേശം 16,000 രൂപയ്ക്ക് നിങ്ങളുടെ സെയിം പേര് വെച്ചിട്ടാണ് കേട്ടോ, അതാണ് അതിൽ രസം. 16,000 രൂപയ്ക്ക് 4,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഇത്തരത്തിലുള്ള ടാങ്ക് തരാമെന്ന് പറഞ്ഞു. അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥ? 4,000 ലിറ്റർ അത് അല്ല 4,000 ലിറ്റർ എന്നല്ലോ, ഒരു സെക്കൻഡ്. 4,000 ലിറ്റർ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ടോപ്പ് എത്ര ലിറ്റർ ടാങ്കാണ്? 3,000 ലിറ്റർ. 3,000 ലിറ്ററിന് മുകളിലേക്ക് ഈ കാണുന്ന ഹെവി ടാങ്ക് അല്ലേ, 4.5 അടി ഡയ വരുന്നതാണ്. ഇത്രയും വരുന്ന സാധനം പോലും 3,000 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി. അത് 8.5 അടി നീളവും 4.5 അടി ഡയ ഉണ്ട്. പക്ഷേ ആ സമയത്ത് അതിന്റെ അത്ര ഉള്ള ഒരു ടാങ്കിലാണ് ആ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത് 4,000 ലിറ്റർ ആണ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ അളവ് നമുക്ക് അല്ലെങ്കിൽ മെഷർമെന്റ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വഴിയെ പറയാം അതെങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു കപ്പാസിറ്റി. അവർ പറഞ്ഞ ഡയമീറ്റർ വരുന്ന ടാങ്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 1000 ലിറ്റർ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത്ര ഉണ്ടാവുള്ളൂ. അതാണ് 4,000 ലിറ്റർ എന്ന് പറഞ്ഞത്. ഞാനത് കണ്ടായിരുന്നു. അത് അപ്പോൾ അത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ഇത്തരത്തിൽ ടാങ്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ മെഷർമെൻറ്റ് കൺഫേം ചെയ്തിട്ട് മാത്രം പറ്റിക്കപ്പെടില്ല, അത്രേ ഉള്ളൂ. പറ്റിക്കപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫ്ലഷ് പറയുന്നതിൽ തന്നെ ഒരുപാട് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ പറയുന്നത് എപ്പോഴും ടാങ്കിൻ്റെ നീളം ഡയമീറ്റർ ആണ്, അതെ, അതല്ലെങ്കിൽ അതിൻ്റെ ലിറ്റർ കപ്പാസിറ്റി പറയുന്നത്.
ഈ ഫ്ലഷ് പറയുമ്പോൾ ഇപ്പം ഞാൻ ആ ടാങ്ക് ഒരു 50 ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അത് എത്ര ഒരു അതിൻ്റെ വലിപ്പം അവർക്ക് മനസ്സിൽ ഊഹിക്കാൻ പറ്റില്ല. ഞാൻ കൊടുക്കുന്നത് എന്താണോ അതാണ് അവർക്ക്. നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ നീളം അല്ലെങ്കിൽ ലിറ്റർ കപ്പാസിറ്റി പറഞ്ഞാൽ അവർക്ക് ടേപ്പ് വെച്ച് അളന്നാലും കിട്ടും. ഇത് ഫ്ലഷ് പറയുന്നത് ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലഷ് ഒരു ഫ്ലഷ് ആയാലും 100 ഫ്ലഷ് ആയാലും ചെറിയ ടാങ്കിലായാലും വലിയ ടാങ്കിലായാലും ചെയ്യാം. സെയിം ആണ്. വെള്ളം മുഴുവൻ ഓവർഫ്ലോയിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാമല്ലോ. ഇത് പറഞ്ഞ കൂട്ടത്തിൽ നമുക്കൊരു ഇപ്പം ഈ ടാങ്ക് ഫില്ലല്ലേ, ഈ ഒരു ടാങ്ക് ഇപ്പം നമ്മുടെ വാട്ടർ ലെവലിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് അവിടെ നമ്മുടെ പിന്നെ ആ ഒരു യൂണിറ്റിലേക്ക് നമുക്ക് ഒന്ന് വെള്ളം വീത്തിയാൽ ഇതുവഴി പുറത്തു പോകുന്നൊന്ന് കാണിക്കാൻ പറ്റുമോ? നമ്മൾ ഈ ഫ്ലഷിൻ്റെ എണ്ണ പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു, ഫ്ലഷിൻ്റെ എണ്ണ അല്ല ഇതിന് ബേസ് എന്ന് പറയുന്നത്. കാര്യം നമുക്ക് ഈ ടാങ്ക് നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ലെവലിലേക്ക്, നമ്മൾ നേരത്തെ കാണിച്ചില്ല, ആ ഒരു ലെവലിലേക്ക് ഇതിനകത്ത് വാട്ടർ ഫില്ല് ചെയ്യും. പിന്നീട് ഇതിനകത്ത് 50 ലിറ്റർ വെള്ളം വന്നാലും 100 ലിറ്റർ വെള്ളം വന്നാലും 1 ലിറ്റർ വെള്ളം വന്നാലും നമുക്ക് ഇതിൽ നിന്ന് അതുപോലെ ഇത് പുറത്തേക്ക് പോകും. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ആ വെള്ളം ഒന്ന് ഇതിനകത്തേക്ക് വീത്തും. ഇതിപ്പോൾ വാട്ടർ ലെവലാണ്. നമുക്കിതിലേക്ക് നോക്കുമ്പം ഇവിടെയാണ് നമ്മുടെ ബാത്റൂമിൽ നിന്നുള്ള വെള്ളം വരുന്നത്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഔട്ട്പിറ്റാണ്, ഇൻലെറ്റും ഔട്ട്ലെറ്റും ആണ്. ഇതിൽ നിന്നാണ് നമ്മുടെ സോക്ക് പിറ്റിലേക്ക് പോകുന്നത്. ആ വീത്തുന്ന വെള്ളം എത്രയാണോ അത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് പുറത്തേക്ക് പോയാൽ ഒരു കാലത്തും ഈ ടാങ്ക് നിറയാനുള്ള സാധ്യതയില്ല, അല്ലേ? ശരിക്കും അങ്ങനെയല്ലേ? ഇതിനകത്ത് ടാങ്കിന്റെ വലിപ്പത്തിനകത്ത് ആ പറയുന്ന വലിയൊരു ഇമ്പോർട്ടൻസ് ഫ്ലഷിന്റെ കാര്യത്തിലില്ല. എത്രയാണ് വെള്ളം വീഴുന്നത് അത് നമ്മുടെ ചെറിയ ടാങ്ക് ആയാലും വലിയ ടാങ്ക് ആയാലും എത്ര വേണേലും ഫ്ലഷ് ചെയ്യാം. ഫ്ലഷ് ചെയ്യുന്ന വെള്ളം മുഴുവൻ ഓവർഫ്ലോയിലേക്കാണ് പോകുന്നത്. ഈ ഓവർഫ്ലോയിൽ ഭൂമിയിൽ ഒബ്സർവ് ചെയ്ത് വെള്ളം പോയിക്കൊണ്ടിരിക്കും. ശരി. ഈ ഓവർഫ്ലോ പോകുന്ന വെള്ളം ഭൂമിയിൽ ഒബ്സർവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു കാലത്തും ഈ ടാങ്ക് നിറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ചെന്ന് വീഴുന്ന ഹ്യൂമൻ വേസ്റ്റ് ചെയ്ത് മുഴുവൻ ബാക്ടീരിയ അടിച്ച്, അതായത് ഡീകമ്പോസിങ് നടന്ന് വെള്ളത്തിൽ മെൽറ്റായി പോയിക്കൊണ്ടിരിക്കും. വെള്ളം മാത്രമാണ് ഫിൽറ്റർ ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത്. ഞാൻ ചോദിക്കുന്നതേ, നമുക്ക് ഇത് ബാക്ടീരിയയുടെ സഹായത്തോടെ ഈ വേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെയാണ്. നമ്മളിപ്പോൾ വെള്ളം യൂസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ചാണകം കലക്കി ഒഴിക്കാം. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ആംസോളിലൊക്കെ ചെക്ക് ചെയ്താൽ അറിയാം, ബയോസെപ്റ്റിക് ക്ലീനർ എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചാൽ മതി. അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് ഇതിനു വേണ്ടിയല്ല. ഒരു സെപ്റ്റിക് ടാങ്ക് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാതെ അത് മെൽറ്റാക്കി കളയാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഒരുപാട് ബാക്ടീരിയ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അത് ഒഴിക്കാം. അതല്ലെങ്കിൽ വെറുതെ നോർമലി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ പോലും ഡീകമ്പോസിങ് നടന്നുകൊണ്ട് 5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ തിക്നെസ്. 5 സെന്റിമീറ്ററിനകത്ത് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? സ്റ്റീൽ വെച്ചിട്ട് 6 mm റോഡും അതുപോലെ തന്നെ അത് നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ്. നമ്മൾ ഡയഗണലി ചെയ്യുന്നത് എത്ര 3 mm അല്ലേ? അപ്പൊ 3 mm ആണ് ഇതിന് കൊടുക്കേണ്ടത്. 3 mm അത് തന്നെ. നമുക്ക് ഈ ഒരു തിക്നെസ് അല്ലേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് നോർമലി നമുക്ക് എല്ലുണ്ട്, ഇത് കൂടിയാലും പ്രശ്നമാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് അളവിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളത്. അതാണ് സ്റ്റീലിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെയാണ് ഇതിന്റെ മേക്കിംഗ് കാര്യങ്ങൾ നടക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് ഒരു ദിവസം എത്ര എണ്ണം നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് ഇവിടെ? 8 എണ്ണം 10 എണ്ണം വരെ ചെയ്യാം അല്ലേ? അതിന്റെ ടോപ്പിൽ കാണുന്ന ഹോള് വേണ്ട എങ്ങനെയാണ് കേട്ടോ? ഇതിനകത്ത് ജസ്റ്റ് നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതുവഴിയാണ് നമ്മളെ ടോപ്പ് അടയ്ക്കുന്നത്, അല്ലേ? എന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ടോപ്പ് ക്ലോസ് ചെയ്യുന്ന കാണിക്കാമോ? നമ്മൾ സാധാരണ ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെയായിട്ട് നമ്മൾ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ടാങ്ക് നമ്മൾ താഴേക്ക് ഇറക്കി വയ്ക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ മൂടി നമ്മൾ അടയ്ക്കുന്നത്. ഇനി അടച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മഴവെള്ളമൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ രീതിയിൽ നമുക്ക് സിമൻറ്റ് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു തുള്ളി വെള്ളം ഇറങ്ങൂല. പിന്നെ ഏതെങ്കിലും സമയത്ത് ഇത് നിറയാറില്ല, ഇൻ കേസ് എന്തെങ്കിലും സമയത്ത് ക്ലീൻ ചെയ്യണം തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മുകൾ ഭാഗത്ത് മാത്രം ചാന്ത് വെച്ച് അടയ്ക്കാവൂ. ഉള്ളിലേക്ക് ഗ്യാപ്പിലേക്ക് ഒന്ന് ഫില്ല് ചെയ്യരുത്. ഊരിയെടുക്കാനായിട്ട് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അത് തന്നെയാണ് എന്റെ മെത്തേഡ്. ഊരിയെടുക്കാൻ ഇതും സ്ട്രോങ് ആണ്. എനിക്ക് തോന്നുന്നു SS വെച്ചിട്ടാണ്, അല്ലേ, ഈ ഒരു ഹൂക്ക്, അല്ലേ? അപ്പോൾ അത് റസ്റ്റിംഗ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ആ പ്രൊഡക്ഷനോടെ ഒന്ന് കാണാം, അല്ലേ? ഇതിപ്പോൾ ശരിക്കും മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 2 സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ഇത് നേരത്തെ പറഞ്ഞാൽ ഇത് എത്ര ലിറ്ററാണ് കപ്പാസിറ്റി വരിക? 750 ലിറ്ററാണ് കപ്പാസിറ്റി വരിക, അല്ലേ? ഇതിനകത്ത് വെർട്ടിക്കലി നമ്മുടെ 6 mm റോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ ഡയഗണൽ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എടുക്കുവാണെങ്കിൽ നമ്മുടെ 3 mm ആ റോഡും യൂസ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ മാക്സിമം ആണ് കേട്ടോ. ആ ഒരു സ്ട്രോങ് തന്നെയാണ് ഇത്. പിന്നീട് നമ്മൾ നേരത്തെ അടിച്ചപ്പോഴൊക്കെ അത് പൊട്ടാതിരിക്കാനുള്ള ഒരു ഇത്. ഇനി അതിൻ്റെ നെക്സ്റ്റ് സൈസ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടല്ലേ? മീൻസ് എനിക്ക് തോന്നുന്നു ഈ മോൾഡിൽ നിന്ന് കൃത്യമായിട്ട് ഇളവ് വരാൻ വേണ്ടിയിട്ടാണ് മോൾഡ് ചെയ്തത്. ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
നമ്മുടെ മോൾഡ് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തു. ഇതിലേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റീല് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള കോൺക്രീറ്റ് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബിനീഷ് ബ്രോ, നമ്മളൊരു ടാങ്ക് മേക്ക് ചെയ്ത് കഴിച്ചു അല്ലേ? അടിപൊളി, ഭയങ്കര ഒരു സെറ്റപ്പാണ് കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഇത്ര നമ്മുടെ മൈൻഡിലൂടെ ഈ ഒരു സെറ്റപ്പിലല്ല, അല്ലാണ്ട് നമ്മൾ രണ്ട് സൈഡിലും മോൾഡ് വെച്ചിട്ട് സെൻറ്ററിലേക്ക് ഇത് ഫില്ല് ചെയ്ത് വൈബ്രേറ്റർ കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ ആ ധാരണയൊക്കെ പൊളിച്ചെഴുതി. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡ് കൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും സ്ട്രെങ്ത് വരുന്നത് അല്ലേ? പിന്നെ നമ്മൾ ഇതിനകത്ത് ബേബി മെറ്റൽ അല്ല ഉപയോഗിക്കുന്നത്, നമ്മുടെ 20mm അഗ്രിഗേറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇതിപ്പം നമ്മൾ നിലവിൽ തിരുവനന്തപുരം ബാലരാമപുരത്താണ്. നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ എവിടെ അതിൻ്റെ ഫാക്ടറി ഉള്ളത്? അങ്കമാലിയിലാണ്. സ്റ്റാർട്ടിങ് 25 വർഷമായിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ അങ്കമാലിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? നമുക്ക് വടക്കോട്ടുള്ളവർക്ക് അവിടെ നിന്ന് ഡെലിവറി ചെയ്യാൻ പറ്റും, തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഈ കാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇതിന് എത്ര ആയിരിക്കും ഒരു ടാങ്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ചാർജ് ഉൾപ്പെടെ പറയണം കേട്ടോ. നമ്മളിപ്പോൾ ഫൈബർ ടാങ്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി ഫിക്സ് ചെയ്യണം. ഇതിപ്പോൾ സാധാരണ സൈറ്റിൽ വന്നിട്ട് എക്സ്കവേഷൻ ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ഇത് വെയിറ്റ് കൂടുതലാണല്ലോ, ഇപ്പോൾ 3 ടൺ 4 ടൺ അങ്ങനെ ഒരുപാട് വെയിറ്റ് ആയതുകൊണ്ട് കസ്റ്റമർക്ക് തന്നെ ഇത് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ തന്നെ സൈറ്റിൽ എത്തിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കുഴി താഴ്ത്തി അതായത് എർത്ത് വർക്കൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. പ്ലംബർ പറയുന്ന ലെവലിൽ എർത്ത് വർക്കിൻ്റെ ഭയങ്കര ഹാർഡായിട്ടുള്ള ഭൂമിയാണെങ്കിൽ കുഴി എടുത്ത് തരണം. അതല്ല സാധാരണ മാനുവലായിട്ട് എടുക്കാവുന്ന നോർമലായിട്ടുള്ള ഭൂമിയാണെങ്കിൽ നമ്മൾ അതിന് കുഴിയെടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിന് നമ്മൾ നോർമൽ കേസിൽ ഒരു ഫാമിലിക്ക് വേണ്ട ടാങ്ക് നമ്മൾ എക്സ്കവേഷൻ ചെയ്ത് ഇത് ഫിക്സ് ചെയ്യുന്നതിന് എത്ര രൂപയായിരിക്കും നമുക്ക് ചാർജ് വരിക? നമുക്ക് 14,500 സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഒരു 16,500 ടാങ്ക് ഒരു ഫാമിലിക്ക് അതൊക്കെ മതിയാവും. 14,500 രൂപയ്ക്ക് ഈ സാധനം കേരളത്തിൽ എവിടെയും നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്നിട്ട് ഇവർ എക്സ്കവേഷൻ ചെയ്ത് ഫിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിൻ്റെ റേറ്റാണ്. എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ടൊന്നും അല്ല. കാര്യം നമുക്ക് ഫൈബർ ടാങ്കൊക്കെ ആണെങ്കിലും ഏകദേശം ഇതാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് നമുക്ക് 20 വർഷത്തേക്ക് നമ്മൾ തന്നെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലേ? ഓക്കെ, ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെഷർമെൻറ്റിൽ ധാരാളം എന്താ പറയുക, ചീറ്റിംഗ് നടക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയും കെട്ടിട നിർമ്മാണ മേഖലകളിലാണ് ഒരുപാട് പറ്റിക്കൽ നടക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പൈപ്പിൻ്റെ പിന്നെ വോളിയം കാണാനൊക്കെ πr² ആ സെയിം സംഭവം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു എത്ര ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതേ പേരിൽ കുറേ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ബിനീഷേട്ടൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു വിഷമമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ഈ പറയുന്ന 14,500 രൂപ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിന് ഈ സാധനം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയിട്ട് ഭയങ്കരമായ റേറ്റിന് ഔട്ട്സൈഡിൽ കസ്റ്റമേഴ്സിന് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കബളിപ്പിക്കലിലൊന്നും വീഴാണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എത്ര ലിറ്റർ ടാങ്കാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ നമ്മുടെ ബിനീഷ് ബ്രോയുടെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് വിളിക്കാം. കേരളത്തിൽ എവിടെയാണെങ്കിലും വണ്ടി വാടക ഉൾപ്പെടെ ഇൻസ്റ്റാളേഷൻ ഫ്രീ ആണ് അല്ലേ ബിനീഷ്? അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ സാധനം ഇവിടുന്ന് കിട്ടും. അപ്പം ചേട്ടാ കുറേ അധികം ഇൻഫർമേഷൻസ് നമ്മളോട് പാസ് ചെയ്ത് ഇത് ശരിക്കും നമ്മുടെ നേരത്തെ പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ടൊരു ടാങ്ക് എന്നതിലുപരി നമ്മുടെ ആരോഗ്യ പ്രശ്നം കൂടെയാണ്. എത്ര ദൂരെയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പം കിണറിൽ ടോയ്ലറ്റ് മാലിന്യം ഈ കോളി മെയിനായിട്ട് വരുന്നത് ഈ ടോയ്ലറ്റ് മാലിന്യം. അത് ശാസ്ത്രീയമായിട്ടുള്ള സെപ്റ്റിക് ടാങ്കിൻ്റെ നിർമ്മാണം ഉപയോഗം മൂലമാണ് ഈ കോളി വരുന്നത്. അതിന് ഇപ്പോൾ നമുക്ക് ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് കുട്ടികൾ കോളറ, മലേറിയ ഇതൊക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യം കിണറിലെ ജലസ്രോതസ്സിൽ പടരുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പം ആ ഒരു ചെറിയ എമൗണ്ട്, എനിക്ക് തോന്നുന്നു എമൗണ്ടിൽ വലിയ വേരിയേഷൻ ഒന്നുമില്ല. അപ്പം മാക്സിമം ഇത്തരത്തിലുള്ള നമ്മളോടൊപ്പം പ്രകൃതിക്കും ദോഷം ചെയ്യാണ്ട് അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരനും ദോഷം ചെയ്യാണ്ട് ഇത്തരത്തിലുള്ള സെപ്റ്റിക് ടാങ്കുകൾ വെക്കണം. ബിനീഷ് ചേട്ടനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു 2 മാസത്തിന് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിലല്ലേ ഒരു ഇതിനെ കുറിച്ചിട്ട് ജലദിനത്തിൽ അല്ലേ?
അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം, കുറേ അധികം കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന്. അപ്പം പറ്റുമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സൈറ്റിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു ഇൻസ്റ്റോളേഷൻ വീഡിയോ പറ്റുവാണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പം ഒരു കുഞ്ഞു വീട് സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിനോടൊപ്പം കൂടിയാൽ ധാരാളം ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.